ഹലോ, രാവിലെ ഈ ലഞ്ച് ബോക്സ് വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ വളരെ സങ്കടത്തിലായിരുന്നു. കാരണം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരുന്നു. പക്ഷേ ഈ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് പേരെങ്കിലും എനിക്ക് സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. അവർക്ക് 1000 നന്ദി. വീണ്ടും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മോനെ സ്കൂളിലാക്കാൻ പോവുകയാണ്. വണ്ടി റോഡിൽ ഇരിക്കുകയാണ്. അങ്ങനെ മോനെ സ്കൂളിലാക്കി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണമായിരുന്നു. അങ്ങനെ പച്ചക്കറി വാങ്ങാൻ പോയി, ചന്തയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങി. 6 വർഷം മുമ്പ് ലൈസൻസൊക്കെ കിട്ടി സ്വന്തമായിട്ട് വണ്ടി എടുത്തപ്പോൾ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകാമല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ അതെനിക്ക് വിനയായി. കാരണം എവിടെ പോകണമെങ്കിലും ഞാൻ തന്നെ പോകണം. കാരണം എന്താണ്, വണ്ടിയുണ്ടല്ലോ. ഇതാണ് ഇന്ന് കിട്ടിയ മീൻ. നമ്മുടെ നാട്ടിൽ കാണാവ, പിന്നെ ചാള എന്നൊക്കെ പറയുന്ന 2 ഐറ്റം മീനുകൾ. അത് വാങ്ങി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അമ്മ മാംഗോസ്റ്റീൻ കൊണ്ടു തന്നു. അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. അവർ നമുക്ക് തരാറുണ്ട്. ഇത് സപ്പോർട്ടയാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചെടുത്ത് ഞാൻ പഴുപ്പിക്കാനായിട്ട് ഒരു ചട്ടിയിലിട്ട് വെച്ചതാണ്. നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഉൾഭാഗം. നല്ല തേൻ പോലെ നല്ല മധുരമുള്ളതായിരുന്നു. നമ്മൾ വളമൊന്നും ഇടാത്തതല്ലേ, നല്ല ഫ്രഷാണ്. പിന്നെ ഇത് ഞങ്ങളുടെ തന്നെ പേരയാണ് കേട്ടോ. അതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വവ്വാലിൻ്റെ ശല്യമുണ്ട്. അതുകൊണ്ട് കയ്യെത്തുന്ന ദൂരത്തുള്ളതെല്ലാം തുണി ഒടിപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവന്മാർ പൊക്കിക്കൊണ്ട് പോകും. അവന്മാർ കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാനേ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ തുണിയിട്ട് വെച്ചു. പിന്നെ ഒരു ചെറിയ വാഴക്കുല, അത് തറയിൽ വീഴാറായി. ഇതാണ് ആ മരം, നമ്മുടെ സപ്പോട്ട. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും അയൽവെട്ടിയിൽ നിന്നാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ രാവിലത്തെ കറികളും പിന്നെ 2 പീസ് ചാളയും കൂടെ എടുത്ത് പൊരിച്ച് ഞാൻ എൻ്റെ ഉച്ചത്തെ ഊണങ്ങ് സെറ്റാക്കി. വിശന്ന് കരിഞ്ഞാണ് വന്നത്. അതിനുശേഷം ഊണൊക്കെ കഴിഞ്ഞ് മീൻ വൃത്തിയാക്കാനുള്ള പണിയിൽ. ചാള നാളത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കേട്ടോ. പിന്നീട് കണവ വൃത്തിയാക്കി വെച്ചു. ഇനി വൈകിട്ട് ഈ കണവ തോരനും വെച്ച് ഗോതമ്പ് പുട്ടും ആണ് ഇന്നത്തെ ഡിന്നർ. കുറച്ച് ആൾക്കാർ ഇതാ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ നേരത്തെ 3 പപ്പായ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെടുത്ത് കട്ട് ചെയ്ത് 1-2 പീസ് കഴിച്ച ശേഷം ബാക്കി കുട്ടികൾക്ക് മാറ്റി വെച്ചു. അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന മുട്ടയൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്താക്കിയാണ്. ഈ മുട്ടയൊക്കെ ഇന്ന് തന്നെ തീർക്കണം. കാരണം ഈ മുട്ടത്തോട് കൊണ്ട് മോന് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കി തിങ്കളാഴ്ച സ്കൂളിൽ കൊണ്ടുപോകണം. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിയതാണ്. കുറച്ച് മുട്ടത്തോട് ഞാൻ അല്ലാതെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് ഇനി ഞാൻ തന്നെ ഇരുന്ന് ഉണ്ടാക്കി കൊടുത്തു വിടണം. അപ്പോൾ കുറച്ച് തുണികളൊക്കെ കഴുകി മടക്കി വയ്ക്കാനുണ്ടായിരുന്നു. ഇത് സ്നാക്സാണ്. ഇന്നലെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വാങ്ങി കൊണ്ടുവന്നതാണ്. മോനെ സ്കൂൾ ബസ്സിൽ നിന്ന് വിളിക്കാൻ പോവുകയാണ്. സ്കൂൾ ബസ് ഇതുവഴി ഉണ്ട്, പക്ഷേ അത് സെക്കൻഡ് ട്രിപ്പായിട്ടേ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒന്ന് നടന്ന് ജംഗ്ഷനിൽ പോകണം. അതുവഴി ഫസ്റ്റ് ട്രിപ്പ് വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഇന്ന് വൈകുന്നേരം വരുന്നത്. രാവിലെ ഞാൻ കൊണ്ടാക്കും, വൈകുന്നേരം ഫസ്റ്റ് ട്രിപ്പ് ബസ്സിൽ വരും. സെക്കൻഡ് ട്രിപ്പ് ഇതുവഴി പോകും, പക്ഷേ അത് 4:30 മണിയാവും. തിരികെ വരുന്ന വഴിക്ക് ആരോ എടുത്ത് കളഞ്ഞ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട്. അതിൽ ഇത്തിരി വേരും ഉണ്ടായിരുന്നു. അപ്പോൾ മുളപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കിടന്നൊരു പഴയ ചട്ടിയിലേക്ക് എടുത്ത് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ സ്നാക്സ് കഴിപ്പം കൊച്ചു TV കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആകെ TV കാണുന്നത് ന്യൂസും മൂവീസും മാത്രമാണ്, വേറെ ഒന്നും കാണാറില്ല. രാവിലെ പോയവരെല്ലാം തിരികെ എത്താനുള്ള സമയമായിട്ടുണ്ട്. ഇനി അടുത്ത് തുണി അലക്കൽ, പാത്രം കഴുകൽ, ഡിന്നർ ഉണ്ടാകൽ, അങ്ങനെ ഇനി ഒത്തിരിയേറെ ജോലിയുണ്ട്. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ നാളെ കാണാം.